കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന് ഡോജുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ മിറാനെയും അച്ഛനെയും അകത്തേക്ക് ക്ഷണിക്കും. അവരെ രണ്ടുപേരും കൂടെ കാണുമ്പോൾ ഡോജുവിന് കാര്യം മനസ്സിലാവും. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഡേറ്റ് ചെയ്യുകയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് പാടില്ലായിരുന്നു. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവമേ ഇന്നിവിടെ നടന്നിട്ടില്ല എന്ന് നമുക്ക് പ്രിറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് വീണ്ടും അപ്പോളജൈസ് ചെയ്ത് ഡോജുൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അമ്മയ്ക്കാകെ നാണക്കേടായി പോകും. ഡോജുൻ ബ്ലൈൻഡ് ഡേറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ എക്സ്ക്യൂസ് ആണോ, ശരിക്കും ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അമ്മയ്ക്ക് കൺഫ്യൂഷൻ ആവും. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടറിയുടെ അടുത്ത് പറയും. നേരിട്ട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ അന്ന് മീറ്റ് ചെയ്തതും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ പെൺകുട്ടി മിറാൻ അല്ലെന്ന് അമ്മ തിരിച്ചറിയും. അവിടെ വെച്ച് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയുടെ മുഖം കാണാനായിട്ട് ഞാൻ ശ്രമിക്കണമായിരുന്നു, എങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ വരത്തില്ലായിരുന്നു എന്നൊക്കെ അമ്മ സങ്കടത്തോടെ ഓർക്കും. ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഉണ്ടായിരുന്നത് ഡോജൂൺ ആയിരുന്നെന്ന് ഹിയോന്റെ അടുത്ത് പറയണോ അതോ പറയാതിരിക്കണോ എന്നൊക്കെ ആലോചിച്ച് മിറാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു വരുന്നതന്നെയാണ് ഹിയോണിനെയും ഡോജൂണിനെയും കൂടി ഒന്നിച്ചവിടെ കാണുന്നത്. ഹിയോണിന് ഈ കാര്യം അറിയായിരുന്നു എന്നപ്പം മിറാന് മനസ്സിലാവും. അവിടെ നടന്നതൊക്കെ അവൾ കാണും. ഇത് അമ്മ അറേഞ്ച് ചെയ്ത ബ്ലൈൻഡ് ഡേറ്റ് ആണ്, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു എന്ന് ഡോജൂൺ ഹിയോന്റെ അടുത്ത് പറയും. വീട്ടിലെത്തി കഴിയുമ്പോൾ ഇതിനെപ്പറ്റി മിനൂക്കിന്റെ അടുത്ത് പറയണമെന്ന് മിറാൻ ആലോചിക്കുന്നുണ്ടെങ്കിലും അവനെ വിളിക്കുന്നില്ല. ഹിയോനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോകാൻ ഡോജൂണിന് മനസ്സില്ലാതെ നമുക്ക് മനസ്സിലാവും. തലേദിവസം രണ്ടുപേരും പിണങ്ങിയാണല്ലോ പിരിഞ്ഞത്, അതും സോൾവ് ചെയ്യാനായിട്ടുണ്ട്. ഇയാള് പറഞ്ഞതൊക്കെ സത്യമാണോ, എനിക്കത് വിശ്വസിക്കാമോ എന്ന് അവൻ ചോദിക്കും. വീണ്ടും ഇയാൾ മനസ്സ് മാറ്റിയാലോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് അവൻ പറയുമ്പോഴത്തേക്കിനും അവനെ കിസ് ചെയ്തുകൊണ്ടാണ് ഹിയോൺ അവൻ ഉറപ്പ് കൊടുക്കുന്നത്. പിറ്റേ ദിവസം ഡോജൂൺ അവരുടെ ടീമിനെ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്നാക്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് വരും. ഹിയോൺ മാത്രമായിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. തിരിച്ചു പോകുമ്പോൾ സെക്രട്ടറി ഗോ ടീം ലീഡർ ബാങ്കിന്റെ അടുത്ത് കുറെ നേരം നിന്ന് സംസാരിക്കുന്നതൊക്കെ ഡോജൂൺ ശ്രദ്ധിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഹിയോൺ ക്ഷീണിച്ച് വരുന്നത് കാണുമ്പോഴത്തേക്കും ഡോജൂൺ കമ്പനിയുടെ എല്ലാ എംപ്ലോയീസിനും വേണ്ടിയിട്ട് നാപ്പ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് നടത്തും. ഇത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും അത്ഭുതമാവും. ആദ്യമായിട്ടാണല്ലോ ഒരു പ്രസിഡന്റ് ഒരു കമ്പനിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആള് നല്ല കൺസിഡറേറ്റ് ആണല്ലേ എന്ന് ചോദിച്ചിട്ട് സെയോൺ അത് ന്യായീകരിക്കുകയും ചെയ്യും. ഡോജൂൺ അന്നേരം തന്നെ ഹിയോണ് മെസ്സേജ് അയക്കും, ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തതെന്നും പറഞ്ഞിട്ട്. അവളത് വായിച്ച് സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടീം ലീഡർ ബാക്കിൽ വന്നിട്ട് എന്താ ഇത്ര സന്തോഷത്തോടെ ചിരിക്കുന്നത്, ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് നിന്നുള്ള മെസ്സേജ് ആണെന്ന് ചോദിക്കും. എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല, ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുവാണല്ലോ, പിന്നെ എവിടെ നിന്നാണ് എനിക്ക് ഡേറ്റ് ചെയ്യാൻ സമയമെന്ന് അവൾ തിരിച്ചു ചോദിക്കും. അന്നേരത്തേക്ക് എല്ലാവരും സംശയത്തോടെ ഇവളുടെ അടുത്ത് ഡേറ്റ് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ശരിയാണ്, അവൾ ഫുൾ ടൈം ഇവിടെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നു, വീക്കെൻഡ്സ് വർക്ക് ചെയ്യുന്നു, അപ്പൊ എന്തായാലും അവർക്ക് ഡേറ്റ് ചെയ്യാനുള്ള സമയമില്ലാന്ന് അവർ ഉറപ്പിക്കും. പക്ഷെ ടീം ലീഡർ ബാങ്ക് സംശയത്തോടെയാണ് ഇവിടുന്ന് പോകുന്നത്. ജംഗും സ്പോൺസർ ചെയ്തിരുന്ന ഒരു ആർട്ടിസ്റ്റ് ജംഗും അറിയാതെ വേറൊരു ആർട്ട് ഗാലറിയിൽ അയാളുടെ സ്കൾപ്ചർ എക്സിബിഷന് കൊടുക്കും. ഇതറിഞ്ഞ ജംഗും അവിടെ ചെന്നിട്ട് അത് തല്ലി പൊട്ടിക്കുന്നുണ്ട്. പിന്നീട് അയാൾക്ക് വർക്ക് ഒന്നും കിട്ടാതെയാവും. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അയാൾ ജംഗുമിന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും. ജംഗും അയാളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കും. അയാള് വേറെ എങ്ങും പോകാനില്ലാത്തതുകൊണ്ട് ജംഗുമിന്റെ അടുത്ത് ബെഗ് ചെയ്തുകൊണ്ടേയിരിക്കും. ജംഗും കുറെ പൈസ അയക്ക് കൊടുത്തിട്ട് എന്റെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറയും. ഹിയോൺ മിനൂക്കിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞത് നന്നായി, ഞാൻ ബ്ലൈൻഡ് ഡേറ്റ് നടക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം ഫോൺ വന്നപ്പോൾ എന്ത് വേണമെന്ന് ഞാൻ കുറെ ആലോചിച്ചു. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും പ്രസന്റിനെ ഇഷ്ടമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ആ ഒരു തിരിച്ചറിവ് തന്നതിന് നന്ദി. മിനൂക്ക് പ്രതീക്ഷിച്ച ഒരു ഉത്തരം എനിക്ക് തരാനായിട്ട് പറ്റത്തില്ല എന്ന് അവൾ പറയും. അവൻ ഓൾറെഡി ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴേ തോറ്റ് പിന്മാറാനായിട്ട് തീരുമാനിച്ചിട്ടില്ല, കുറച്ചും കൂടി ട്രൈ ചെയ്യാൻ പോവുകയാണെന്ന് മിനൂക്ക് അവളുടെ അടുത്ത് പറയും. ഹിയോൺ ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോജൂൺ അങ്ങോട്ടേക്ക് വന്ന് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതന്നെ വേറെ ആരോ അവിടേക്ക് വരുന്നത് അവർക്ക് മനസ്സിലാവും. രണ്ടുപേരും ഒളിച്ചിരിക്കും. നോക്കുമ്പോൾ ടീം ലീഡർ ബാങ്കും സെക്രട്ടറി ഗോയുമാണ്. അവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യാമെന്ന് ഡോജൂണും ഹിയോണും മനസ്സിലാവും. ആ അവസരം മുതലാക്കി അവർ രണ്ടുപേരും ആരും കാണാതെ അവിടെ നിന്ന് രക്ഷപ്പെടും. ഡോജൂൺ ആണെങ്കിൽ കാറിന്റെ കീ എടുക്കാനായിട്ട് മറന്നുപോകും. അതുകൊണ്ട് തന്നെ ചെന്ന് കഴിയുമ്പോൾ കാർ എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് വീട്ടിൽ പോകണം. ടാക്സി വിളിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് നേരം നിന്നിട്ട് ടാക്സി വരത്തില്ല. അങ്ങനെ സെക്രട്ടറി ഗോയെ വിളിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, അവർ രണ്ടുപേരും കൂടെ ഒരു ഡേറ്റിലല്ലേ, നമ്മൾ ശല്യപ്പെടുത്തണ്ടെന്ന് ഇവിടെ പറയും. എന്നാലും സാറില്ല, കുറെ നേരമായില്ലേ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഇവള് വേണ്ടാന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിക്കും. ഇവൻ പെട്ടെന്ന് കൈ പിടിച്ചൊക്കെ മാറ്റും. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്, അവൾക്കത് ഫീൽ ചെയ്യും. അന്നത്തേക്ക് ടാക്സി വരും. വീട്ടിൽ ചെന്നിട്ട് വിളിക്കണം എന്ന് പറഞ്ഞ് ഇവൻ ഒറ്റയ്ക്കാണ് അവളെ ടാക്സിയിൽ വിടുന്നത്. ആരോ രഹസ്യമായിട്ട് നിന്ന് ഡോജുവിന്റെ ഫോട്ടോസ് അന്നേരം എടുക്കുന്നുണ്ട്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവളെ ഒറ്റയ്ക്ക് ടാക്സിയിൽ പറഞ്ഞു വിടരുതായിരുന്നു, കൂടെ പോകേണ്ടതായിരുന്നു എന്നൊക്കെ ഡോജുൺ ആലോചിക്കും. കൈ പിടിച്ചു മാറ്റിയത് ആലോചിച്ചിട്ട് അവൾ എത്ര ഡിസപ്പോയിന്റഡ് ആയിരിക്കും, എന്ത് വിചാരിച്ചു കാണും എന്നൊക്കെ ആലോചിച്ച് അവനൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. മിനൂക്ക് ഹിയോൺ റിജക്ട് ചെയ്തൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും മിറാൻ അവിടേക്ക് വരും. അവർ മൂന്നുപേരും സ്ഥിരം വരുന്ന സ്ഥലമായതുകൊണ്ട് അവിടുത്തെ ഓണർ വിളിച്ച് പറഞ്ഞിട്ടാണ് മിറാൻ വരുന്നത്. ഹിയോൺ
പ്രൊജക്റ്റ് ചെയ്തതുകൊണ്ടാണ് മിനുക്ക് അങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതുകൊണ്ട് മാത്രമല്ല വിഷമം, ഞാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം വേണ്ടാന്ന് വെച്ചതിൽ ഓർത്താണ് എനിക്ക് റിഗ്രറ്റ് എന്ന് അവൻ പറയും. ഇന്ന് ഞാൻ ഇയാളോട് കൺഫസ് ചെയ്ത മിറാനായിട്ടല്ല വന്നേക്കുന്നത്, ഇയാളുടെ ഫ്രണ്ട് ആയിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഇന്ന് ഞാൻ കേൾക്കാൻ തയ്യാറാണെന്ന് മിറാൻ അവൻ്റെ അടുത്ത് പറയും. അപ്പൊ അവൾ നല്ല ബ്രേവ് ആണെന്ന് അവൻ സമ്മതിക്കും. കാരണം അവൻ റിജക്ട് ചെയ്തിട്ടും മിറാൻ വേറെ പ്രശ്നമൊന്നുമില്ലാതെ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ. അടുത്ത ദിവസം ഡേറ്റിന് പോകാമെന്നും പറഞ്ഞിട്ട് ഡോജൂൺ ഹിയോണിനെ വിളിച്ച് കൊണ്ടുപോയി കുറെ ഡ്രസ്സൊക്കെ അവൾക്ക് വാങ്ങിക്കൊടുക്കും. അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ജംഗുമിനെ കാണും. ജംഗുമിനെ കാണുമ്പോൾ ഹിയോൺ വലിയ സന്തോഷത്തിൽ ഗ്രീറ്റ് ചെയ്ത് സംസാരിക്കും. ഞങ്ങളെ യൂഷ്വൽ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഒരിക്കൽ കണ്ട് പരിചയപ്പെട്ടതാണെന്ന് ഡോജൂൺ ചോദിക്കുമ്പോൾ അവൾ പറയുകയും ചെയ്യും. ജംഗും സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് ഡോജൂണും ജംഗുമും തമ്മിൽ റിലേറ്റഡ് ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അവർ തമ്മിൽ അത്ര നല്ല റിലേഷനിലല്ല എന്നും അവൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഇയാൾ ഡേറ്റ് ചെയ്യുന്നത് എൻ്റെ ബ്രദറിലോ ആണോ? അങ്ങനെയാണെങ്കിൽ അത് സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. അച്ഛനെയും അമ്മയും വന്ന് മീറ്റ് ചെയ്യാം, ഫാമിലീസ് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാവും. നിനക്കിപ്പോൾ കൈയൊക്കെ പിടിക്കാൻ പറ്റുമല്ലേ എന്നൊക്കെ ഡോജൂണിൻ്റെ അടുത്ത് അർത്ഥം വെച്ച് ചോദിക്കുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ഡോജൂൺ ദേഷ്യം വന്നിട്ട് നിർത്താനായിട്ട് ജംഗുമിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഹിയോണിനെ വിളിച്ചോണ്ട് പോകും. ജംഗുമിന് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. മിനുക്ക് തലേ ദിവസം പേഴ്സ് ഒക്കെ വെച്ച് മറന്നു പോയിട്ടുണ്ട്. മിറാന്റെ കയ്യിലുണ്ട് അത്. അവനാണെങ്കിലും വിളിച്ച് ചോദിക്കുന്നുമില്ല, അവനത് അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവർക്ക് അച്ഛൻ്റെ കോള് വരും. മറ്റൊരു ബ്ലൈൻഡ് ഡേറ്റിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വിളിക്കുന്നത്. ഇനി എന്തായാലും എനിക്ക് പോകാൻ ഉദ്ദേശമില്ലാന്ന് അവൾ അച്ഛൻ്റെ അടുത്ത് പറയും. ജംഗും കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഡോജൂണിന്റെ ചേട്ടനായിരുന്നു ജംഗുമിന്റെ ഹസ്ബൻഡ് എന്നും ജംഗും സെയോന്റെ അമ്മയാണെന്നും ഹിയോണിന് മനസ്സിലാവും. അവർ തമ്മിൽ ആദ്യമായിട്ട് കണ്ടത് എന്നാണെന്ന് ഡോജൂൺ ഹിയോണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് കൃത്യമായി എൻ്റെ പ്രഗ്നൻസി കൺഫേം ചെയ്ത ദിവസമാണെന്ന് അവനോട് പറയും. പിന്നീട് എത്ര പ്രാവശ്യം എവിടെയൊക്കെ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ ഹിയോണിന്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കും. ജംഗും മനഃപൂർവ്വം ഹിയോണിനെ അപ്രോച്ച് ചെയ്തതാണെന്ന് അവന് മനസ്സിലായിട്ട് ദേഷ്യത്തിൽ അവൻ ജംഗുമിനെ കാണാനായിട്ട് ചെല്ലും. നിങ്ങളിപ്പോഴും എൻ്റെ ചേട്ടൻ്റെ മരണത്തിന് കാരണം ഞാനാണെന്ന് ബ്ലെയിം ചെയ്യുവാണ്. ആ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ ചേട്ടൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടേഹൻ ലിക്കർ സെയോണ് കൊടുത്തേക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഹിയോണിനെ അപ്രോച്ച് ചെയ്തത്? നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? അവളെ വെറുതെ വിടണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിരിക്കത്തില്ല. നിങ്ങളാണിപ്പോൾ ലൈൻ ക്രോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോജൂൺ അവിടുന്ന് പോകുന്നത്. പ്രോപ്പറായിട്ട് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് അവളെ വിളിച്ചുകൊണ്ട് പുറത്തു പോയതാണ്. അത് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ ഡോജൂണിന് സങ്കടമുണ്ട്. അവളെ വിളിച്ച് അപ്പോളജൈസ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അടുത്ത ദിവസം വേറെ എവിടെയെങ്കിലും പോകാം, എവിടെയാണ് പോകേണ്ടതെന്ന് ഹിയോൺ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയും. ഹിയോൺ ഡോജൂണിനെ വിളിച്ചുകൊണ്ട് അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ് പോകുന്നത്. അന്നത്തെ ദിവസം അവർ സന്തോഷത്തോടെ അവിടെ സ്പെൻഡ് ചെയ്യും. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം ഹിയോൺ ഡോജൂണിന്റെ കൈ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അവൻ ബുദ്ധിപൂർവ്വം അത് അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് കൈ പിടിക്കാത്തതെന്ന് ഹിയോൺ നേരിട്ട് ചോദിക്കും. അന്നേരവും ഡോജൂൺ മറുപടി പറയത്തില്ല. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പല രീതിക്ക് പല പ്രാവശ്യം ഹിയോൺ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്നേരം എല്ലാം ഡോജൂൺ വിഷയം മാറ്റിക്കളയും. അത് മനസ്സിലാക്കിയിട്ട് ഹിയോൺ പിന്നീടൊന്നും പറയത്തില്ല. അച്ഛൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരാളാണ് മിറാനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അയാൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവൾക്ക് മിനൂക്കിനെയാണ് ഓർമ്മ വരുന്നത്. ആൾ നല്ല കൺസിഡറേറ്റും സ്വീറ്റും ആണ്. അപ്പം അതിന് മിറാനെ പറ്റി കൂടുതൽ അറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനിടയ്ക്ക് അവൻ്റെ കമ്പനിയിൽ നിന്ന് കോള് വരും, തിരിച്ചു പോകേണ്ടി വരും. ഇനിയൊരു ദിവസം ഫ്രീ ആകുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഡേറ്റിന് പോകാം, അന്ന് ഞാൻ തീർച്ചയായിട്ടും വീട്ടിൽ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പയ്യൻ പോകുന്നത്. അവൻ്റെ സ്വഭാവമെല്ലാം മിറാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും മിനൂക്കിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അവർക്ക് വേണ്ടുന്നത് മിനൂക്കിനെ തന്നെയാണെന്ന് മിറാൻ തിരിച്ചറിയും. വീട്ടിലെത്തുമ്പോഴത്തേക്കിനും ഹിയോന്റെ ക്ഷമ നശിക്കും. എന്തുകൊണ്ടാണ് എൻ്റെ കൈ പിടിക്കാത്തത്? ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ആ വിഷയം മാറ്റുകയാണ് ചെയ്തത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയണം. പറഞ്ഞാൽ മാത്രമേ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കാര്യം അറിയാൻ പറ്റത്തില്ല. എനിക്കത് അറിയണം എന്ന് ആഗ്രഹമുണ്ടെന്ന് അവൾ ഡോജൂണിന്റെ അടുത്ത് പറയും. അന്നേരമാണ് ഹിയോന്റെ അമ്മ അവിടേക്ക് വരുന്നത്. അവൾ ഡോജൂണിനെ പ്രസിഡന്റ് എന്ന് വിളിക്കുന്നത് അമ്മ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞിട്ട് അവൾ പരിചയപ്പെടുത്തുമ്പോൾ നിന്റെ കുട്ടിയുടെ അച്ഛൻ കമ്പനിയുടെ പ്രസിഡന്റ് ആണ്, നിങ്ങൾ ഒരു എംപ്ലോയി ആയിട്ട് ടൈം പാസിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു റിലേഷൻ തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് അമ്മ അവനോട് ദേഷ്യപ്പെടും. അങ്ങനെയല്ല, ഞാൻ പറയാനായിട്ട് തുടങ്ങുമായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അമ്മയെ തടയാനായിട്ട് ഹിയോൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അമ്മ ഒന്നും കേൾക്കാൻ നിൽക്കത്തില്ല. നിനക്ക് കുട്ടിയെ വളർത്താനാണ് ഇഷ്ടം, പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്നാണ് നീ പറഞ്ഞത്. ആളുകൾ അറിയുമ്പോൾ എന്താണ് പറയാൻ പോകുന്നത് നിനക്കറിയാമോ? നീ എങ്ങനെയാണ് അതിനെ നേരിടാനായിട്ട് പോകുന്നത്? ഒരു കുട്ടിയെ ഒറ്റയ്ക്ക് വളർത്തുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ദേഷ്യപ്പെടുമ്പോൾ അവളും തിരിച്ച് ദേഷ്യപ്പെടും. എന്നെ ഇനി നാണം കെടുത്താനാണോ നിങ്ങളുടെ ഭാവം? എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നിങ്ങളാണ്. ഒരിക്കൽ പോലും
സന്തോഷമുള്ള ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞിട്ട് ഇവള് ദേഷ്യത്തിൽ അവിടുന്ന് പോകും. ഇവനാണെങ്കിൽ രണ്ടുപേരുടെയും ഇടയ്ക്ക് പെട്ട് നിൽക്കുകയാണ്. ഡോജൂൺ ആദ്യം അമ്മയടുത്ത് അപ്പോളജൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം, ഹിയോണിനെയും കുട്ടിയെയും ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അമ്മയുടെ കൺസേൺ ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്ത് വില കൊടുത്തും ഞാൻ അവരെ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഡോജൂൺ പോകുന്നത്. ഡോജൂണിനെ കാണുമ്പോൾ ഹിയോൺ അവളുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അച്ഛനും അമ്മയ്ക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് അവൾ ജനിച്ചതെന്നും കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ കോൺസ്റ്റന്റ് ആയിട്ട് അമ്മയെ ചീറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നും അതുകൊണ്ട് വീട്ടിലെന്നും വഴക്കായിരുന്നെന്നും അവള് സ്കൂളിൽ ചേർന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ഡിവോഴ്സ് ആയി എന്നെല്ലാം അവൾ പറയും. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അവളോട് ദേഷ്യമാണ്. അവളെ കാണുമ്പോൾ അമ്മയ്ക്ക് അച്ഛനെ ഓർമ്മ വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അമ്മയുടെ ലൈഫ് കണ്ടിട്ടാണ് കല്യാണം കഴിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതെന്നും അവൾ പറയും. ഡോജൂണും അവന്റെ ലൈഫിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ചേട്ടന്റെ മരണം കൺമുൻപിൽ കാണേണ്ടി വന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവൻ പറയുമ്പോഴത്തേക്കിനും എത്രമാത്രം ട്രോമ കൂടിയാണ് അവൻ കടന്നുപോയതെന്ന് അവൾ റിയലൈസ് ചെയ്യും. അതറിയാതെയാണല്ലോ അവൾ ഇത്രയും നേരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അവൾ അപ്പോളജൈസ് ചെയ്യുമ്പോൾ അപ്പോളജൈസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും ലൈഫിൽ വലുതോ ചെറുതോ ഇന്റൻസിറ്റി കുറവോ കൂടിയോ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് ഒരു കാരണവശാലും അപ്പോളജൈസ് ചെയ്യരുതെന്ന് പറയും. അവൾ അവനെ ആശ്വസിപ്പിക്കും. ചില കാര്യങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യണമെന്ന് ഉണ്ടാവും, പക്ഷെ നമ്മുടെ കൺട്രോളിൽ ആയിരിക്കത്തില്ല. എത്രമാത്രം ചേട്ടനെ രക്ഷിക്കാനായിട്ട് നോക്കിയെന്ന് ചേട്ടൻ അറിയാലോ, അത് മതി. ഇപ്പൊ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്നും ചേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവള് ഡോജൂണിനെ ആശ്വസിപ്പിക്കും. വൈസ് പ്രസിഡന്റും ജംഗുമും കുറച്ച് ബോർഡ് മെമ്പേഴ്സും കൂടി രഹസ്യമായിട്ട് മീറ്റ് ചെയ്യും. അവരെന്തോ പ്ലാൻ ചെയ്യുകയാണ്. എന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് സമ്മതമാണെന്നാണ് ഈ വന്നതിന്റെ അർത്ഥം എന്ന് ജംഗും പറയുമ്പോൾ കൂടെ നിൽക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതിന് തക്കതായ പ്രതിഫലം അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് വൈസ് പ്രസിഡന്റ് പറയും. നമ്മുടെ ചേഹാൻ ഹോട്ടൽ ഗ്രൂപ്പ് അടുത്ത വർഷം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഷെയർ ആണ് ജംഗും ഓഫർ ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. ഞാൻ സിഗ്നൽ തരുന്നത് വരെ വെയിറ്റ് ചെയ്യണം, അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ജംഗും പറയും. ഓഫീസ് ചാറ്റിൽ അനോണിമസ് ആയിട്ട് ആരോ ഒരു പോസ്റ്റ് ഇടും രാവിലെ. അവിടെ ഒരു ഫീമെയിൽ എംപ്ലോയി പ്രഗ്നന്റ് ആണ്, പ്രസിഡന്റ് ആണ്, കുട്ടിയുടെ അച്ഛൻ എന്നാണ് അതിൽ പറയുന്നത്. അത് ഓഫീസിൽ മുഴുവൻ സ്പ്രെഡ് ആവും, എല്ലാവരും അറിയും. ഈ വാർത്ത കേൾക്കുമ്പോഴത്തേക്കും ഹിയോൺ ഞെട്ടും. ഹിയോൺ നോക്കുന്നുണ്ടെ കമന്റ്സ് എല്ലാം അവക്കെതിരാണ്. പ്രസിഡന്റിനെ മനഃപൂർവ്വം സെഡ്യൂസ് ചെയ്തതാണ്, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊമോഷൻ ഒക്കെ കിട്ടുമല്ലോ. എന്തിനാണ് പ്രൊമോഷൻ പോകുന്നത്? ഇനിയിപ്പോ പൈസയൊക്കെ ആയിട്ട് വീട്ടിൽ സുഖമായിട്ട് ഇരിക്കാമല്ലോ. അങ്ങനെയല്ല, കഴിഞ്ഞിടയ്ക്ക് റിക്ലൈൻ സോഫയൊക്കെ വാങ്ങിയില്ലേ, അത് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളമാണ് കമന്റ് സെക്ഷനിൽ. എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ പേടിച്ചിരിക്കും. പേര് പറഞ്ഞിട്ട് സെക്രട്ടറി ഗോ അപ്പൊ തന്നെ ചെന്നിട്ട് ഡോജൂണിന്റെ അടുത്ത് പറയും. അവൻ ഹിയോണിനെ നോക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ സെക്രട്ടറി ഗോ തടയും. ആളുകളെല്ലാം അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ണും കാതും കുറിപ്പിച്ചിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ ആരെങ്കിലും മീറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറയും. മീറ്റിങ്ങിന് വന്നിരിക്കുമ്പോഴും എല്ലാവരുടെയും ഡിസ്കഷൻ ഇതിനെ പറ്റിയാണ്. ആരായിരിക്കാം അതെന്ന് അവർ പരസ്പരം ചോദിക്കും. എന്തായാലും അധികം നാള് ആ പെൺകുട്ടിക്ക് ഒളിച്ചിരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ ഒരു ബിയർ കമ്പനി ആണല്ലോ, എന്തായാലും ബിയർ ടേസ്റ്റ് ചെയ്യേണ്ടി വരും. പ്രഗ്നന്റ് ആണെങ്കിൽ ബിയർ ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ടീം ലീഡർ ബാങ്ക് അവിടേക്ക് വരും. അവരുടെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത ബിയറിന്റെ ടെസ്റ്റ് സാമ്പിൾ വന്നിട്ടുണ്ട്. ഐഡിയ ഹിയോണിന്റെ ആയതുകൊണ്ട് ഹിയോൺ തന്നെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഹിയോൺ ആണ് ആദ്യം കൊടുക്കുന്നത്. എന്താണ് കാര്യം എന്ന് എല്ലാവരും അന്നേരം നോക്കും. കാരണം മാനേജർ ബാങ്ക് അങ്ങനെ ചെയ്യുന്നത് വളരെ അപൂർവമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവളും ഡോജൂണും കൂടി അന്ന് ഡേറ്റിന് പോയപ്പോഴത്തേക്കിനും സംസാരിച്ചുകൊണ്ടിരുന്നത് റെസ്റ്റോറന്റിൽ വെച്ചിട്ട് മാനേജർ ബാങ്ക് കണ്ടായിരുന്നു. ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അങ്ങ് സമ്മതിച്ചാൽ പോരെ, എന്തിനാണ് കഴിഞ്ഞ ദിവസം ഇല്ല എന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവരവിടെ നിന്ന് നോക്കുമ്പോൾ ഡോജൂൺ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ അത് ഡോജൂൺ ആണെന്ന് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതറിയാൻ വേണ്ടിയിട്ട് അവളെ നിർബന്ധിച്ച് കുടിപ്പിക്കാനായിട്ട് നോക്കുന്നത്. മറ്റുള്ളവർക്ക് ഇതറിയത്തില്ലല്ലോ. എല്ലാവരും അവളുടെ അടുത്ത് കുടിക്കാനായിട്ട് പറയും. ഇവൾ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോൾ ഇയാൾ കുടിക്കാത്തതാണോ കുടിക്കാൻ പറ്റാത്തതാണോ എന്ന് ഇവരെടുത്ത് ചോദിക്കും. ഇയാൾ കുടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമെന്നും കൂടി മാനേജർ ബാങ്ക് പറയും. ഇയാൾ പ്രഗ്നന്റ് ആണോ എന്ന് മാനേജർ ബാങ്ക് ഹിയോണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഡോജൂൺ അവിടേക്ക് വരും.